ജിസ്വിൻ എന്ന ചെറുപ്പക്കാരന്റെ സത്യസന്ധതയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് പ്രാദേശിക സാംസ്കാരിക സാമൂഹിക സംഘടനകൾ പഠനത്തോടൊപ്പം പത്രവിതരണവും നടത്തുന്ന ജിസ്വിന്റെ കണ്ണിൽ രാവിലെ പത്രമിടുവാൻ പോയപ്പോഴാണ് കാറിന്റെ മുകളിലിരിക്കുന്ന മൊബൈൽ ഫോൺ കാണപ്പെട്ടത്. ഉടമയില്ലാതിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് അത് തന്റെ പത്രം ഏജന്റിന്റെ കൈകളിൽ ഏൽപ്പിച്ച് ഉടമസ്ഥന് തിരികെ നൽകിയ സത്യസന്ധതയ്ക്കാണ് അംഗീകാരമായി ആദരവ് നൽകിയത്. ഒരു മൊബൈൽ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. ഞാൻ പിന്നെ ദുബായിലെ ബിസിനസ് കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിലാണ് ഇരിക്കുന്നത്. ഒരു പൈസ കൊടുത്ത് മൊബൈൽ മേടിക്കണം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. അത് ചേർന്ന് തന്നെ ദുബായിൽ പോകും. അപ്പോൾ എനിക്ക് വാക്കുകളില്ല ജസ്റ്റിനോട് പറയാനായിട്ട്. അതേപോലെയാണ് എനിക്ക് ചെയ്തു തന്നത്. അതൊരു നല്ല മനസ്സിലായി. ദൈവാനുഗ്രഹം എന്നും നമ്മളുടെ പ്രാർത്ഥനയും സഹായങ്ങളും എല്ലാം ഉണ്ടാവും. അതുപോലെ ജസ്വിനെ ഞാൻ എന്റെ ഡൈവില് ഫ്രീ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തു. ജസ്വിനെ ആദരിച്ച ചടങ്ങിൽ തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ SHO സജീവ് ഉപഹാരം നൽകി. ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടീസ്, നല്ല നസ്രായൻ ഭാരവാഹികളായ ഡോക്ടർ ജോയ്, റോഷൻ ജോൺ, സമ്പത്ത് മാനുവൽ, ക്യാപ്റ്റൻ മെൽവിൻ, ബാബു കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു. അവന് കണ്ടക്കടവ് സ്കൂളിൽ +1 പഠിക്കുന്നു. അവൻ്റെ ഫാദർ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫ്. അവൻ രാവിലെ പത്രം ഇടാൻ വേണ്ടി പോകും. അങ്ങനെ ചെറിയൊരു വരുമാനവും കൂടി വീട്ടുകാർക്ക് ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലാണ് അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ പത്രം ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നു. അപ്പോൾ അവൻ അതെടുത്തിട്ട് അവൻ്റെ പത്രം ഏജൻറ്റ് പ്രശാന്തിനെ വിളിക്കുന്നു. ഇങ്ങനെ എനിക്കൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്, ഇതാരുടെയാണെന്ന് അറിയാൻ പാടില്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശാന്താണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഉടമയുടെ ഫോട്ടോ അവിടെ തെളിഞ്ഞുകൊണ്ട് വിൽഫ്രഡ് നമ്മുടെ വില്ലിച്ചേട്ടൻ വിളിക്കുന്ന വിൽഫ്രഡ് മാനുവലിൻ്റെ. അങ്ങനെയാണ് നമ്മൾ ആ ഫോൺ കൊടുക്കുന്നത്. ഫോൺ കൊടുത്തപ്പോഴാണ് ഫോണിൻ്റെ മൂല്യം മനസ്സിലാകുന്നത്. 1.5 ലക്ഷം രൂപ വരുന്ന ഫോൺ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻസും അതിനകത്തുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വളരെ വലിയൊരു ലോസായിരിക്കും. 1.5 ലക്ഷത്തിൻ്റെ ലോസ് മാത്രമല്ല, മാനസികമായിട്ടും അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടതിനെ കൂടിയുള്ള ഒരു ലോസായിരിക്കും. അപ്പോൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഇങ്ങനെ തൻ്റേതല്ലാത്ത സാധനം കരസ്ഥമാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയുള്ള യുവജനങ്ങൾക്ക് ഒരു മാതൃകയായി മാറുകയാണ് ജസ്വിൻ. അപ്പോൾ ആ ജസ്വിൻ്റെ പ്രവൃത്തി വളരെയധികം അഭിനന്ദനം അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ജസ്വിന് ഇതിൻ്റെ പേരിൽ നമ്മൾ ഉപഹാരം കൊടുക്കുമെന്ന് മാത്രമല്ല, അവനെ സ്വിമ്മിങ് പഠിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവൻ്റെ ജോലി സംബന്ധമായിട്ട് ഡൈവിങ്ങിന് വരെ പഠിപ്പിക്കാനായിട്ടുള്ള സന്നദ്ധത വിൽഫ്രഡ് മാനുവൽ അറിയിച്ചിട്ടുള്ളതാണ്. വിൽഫ്രഡ് മാനുവൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്റർ ഡൈവ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഞങ്ങൾ ജില്ലാ ഭരണകൂടം പോലും അദ്ദേഹത്തിനെയാണ് ആശ്രയിക്കുന്നത്. പലപ്പോഴും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഏതായാലും അദ്ദേഹം അവനെ കൊടുത്തിരിക്കുന്ന ഒരു ഭാവിയുടെ ഒരു ഘട്ടവും കൂടിയുണ്ട്. അവന് ആ ഒരു ഡൈവിംഗ് ജോലിയിലേക്ക് പോകുന്നതിനുള്ള ഒരു ഭാവി കൂടി ആ ഒരു പറഞ്ഞു. ജിസ്വിനെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റെഡ്ജൻ റബല്ലോ.